ഗൈസ്, വെൽക്കം ടു ലണ്ടൻ മലയാളീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ന് 4:30ക്ക് ഈ ബ്രിഡ്ജ്, ഇപ്പോൾ സമയം 4 മണിയായി. 4:30ക്ക് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടത്. ഈ കാണുന്നതാണ് കേട്ടോ ബ്രിഡ്ജിൻ്റെ മെയിൻ എൻട്രൻസ്. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില പള്ളികൾ, അതേപോലെ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന കാസിൽ, പാലസ് എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ഫീലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോൾ തോന്നുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറണ പോലെ എനിക്ക് ഒട്ടും തോന്നണില്ല. ശരിക്കും ഒരു കാസിലിൻ്റെ അകത്തേക്ക് കയറണ പോലെ, എല്ലാം ഒരു വലിയ ചേർച്ചിൻ്റെ അകത്തേക്ക് കയറണ പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ പേര് ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്നല്ല, ഇതിൻ്റെ പേര് ടവർ ബ്രിഡ്ജ് എന്നാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും എനിക്കറിയില്ല, ഞാനിതിന് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് പറയാറ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് ടവർ ബ്രിഡ്ജ് എന്നാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം അത്. ഈ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജിന് പിന്നിൽ ഒരു അടിപൊളി കഥയുണ്ട്. 145 വർഷത്തെ പഴക്കമുള്ളൊരു കഥ. എന്താണെന്നറിയോ? 1876 ഈ കഥ സ്റ്റാർട്ടാവുന്നത്. ആ ടൈമിലുണ്ടല്ലേ, ഇവിടുത്തെ റിവർ ട്രാഫിക്കും റോഡ് ട്രാഫിക്കും ഈ ലണ്ടൻ സിറ്റിക്ക് അത്യാവശ്യമാണെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് മനസ്സിലായി. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നറിയോ? റിവർ ട്രാഫിക്കിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു നല്ലൊരു ബ്രിഡ്ജ് വേണമെന്ന് അവർ പ്ലാനൊക്കെ ഇട്ടെങ്കിലും പിന്നെ അവർക്കത് എങ്ങനെ പണിയോന്നൊരു കൺഫ്യൂഷനായി. അങ്ങനെ ലണ്ടനിൽ ഒരു വലിയ കോമ്പറ്റീഷൻ നടത്തി, ദി ബെസ്റ്റ് പ്ലാൻ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ 50-ൽ കൂടുതൽ പ്ലാനുകൾ കിട്ടിയും അതിൽ നിന്ന് ദി ബെസ്റ്റ് പ്ലാൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്തതാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലണ്ടൻ ബ്രിഡ്ജ്. 8 years എടുത്ത് 24 hours പണിതതിൻ്റെ ഭാഗമായിട്ടാണ് ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ 1894 ജൂൺ 30 വെയിൽസിലെ കിങ് ആൻഡ് ക്വീൻ വന്ന് ഇത് ഇനാഗുറേഷൻ ചെയ്തു. എന്താ അല്ലേ, ഒരു ബ്രിഡ്ജിനെ ചുറ്റിപ്പറ്റി എന്തോരം ആളുകളാണല്ലേ. ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമെന്ന് തോന്നുന്നുണ്ട് ഇത് കാണാനായിട്ട്. ഈ നാടിൻ്റെ, ഈ ലണ്ടനിലെ ടൂറിസം ഇമ്പ്രൂവ് ആവാനായിട്ട് വൺ ഓഫ് ദ മെയിൻ റീസൺ വന്നിട്ട് ഈ ബ്രിഡ്ജാണ്. എന്ത് രസമായിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. ഇപ്പോൾ ഏകദേശം ടൈം 5:45 ആയിട്ടുണ്ട്. ബ്രിഡ്ജ് ഓപ്പണിങ്ങുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിന് മുന്നേ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ബ്രിഡ്ജ് ഓപ്പണിങ് കാണാൻ പറഞ്ഞത് ഇത് ആദ്യമായിട്ടാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് 800 times ഒരു വർഷത്തിൽ ഇത് തുറക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ ബ്രിഡ്ജിന് ഫസ്റ്റ് അടിച്ചിരുന്ന പെയിൻറ് വന്നിട്ട് ചോക്ലേറ്റ് ബ്രൗൺ കളറായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ പെയിൻറ് സിൽവർ ജൂബിലി തന്ന് ഈ പെയിൻറ് മാറ്റി അടിച്ചിട്ട് ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡിലേക്ക് ഇത് മാറ്റി. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ബ്രിഡ്ജിൻ്റെ കളർ. എന്ത് രസമായിട്ടാണ് നോക്കി ബ്രിഡ്ജ് ഓപ്പൺ ആവുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഒരു സൗണ്ട് പോലും ഇല്ല. നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വരാണെങ്കിൽ വെബ്സൈറ്റിൽ കയറി ടവർ ബ്രിഡ്ജ് ഓപ്പണിംഗ് ടൈം നോക്കിയിട്ട് വേണം വരാനായിട്ട്. കാരണം ഇതൊരു കാണേണ്ട എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു 70 degree ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ട്, ടക്ക് 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് അബ്സല്യൂട്ട്ലി അടിപൊളി, ഒന്നും പറയാനില്ല. ഇപ്പോൾ പണ്ടെല്ലാം വന്നിട്ട് ഇത് മാനുവലി ആയിരുന്നു ഓപ്പൺ ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട്. കേട്ടില്ലേ, ഇതാണ് ആ സൗണ്ട്. ഇങ്ങനെ ടക്ക് ടക്ക് ഒരു സൗണ്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ എല്ലാം സ്മൂത്താണ് സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കി, 1 minute ഇത്ര വലിയ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യണത് വലിയ കാര്യമല്ലേ. എനിക്ക് ചെറുതായിട്ട് രോമാഞ്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒപ്പം എന്തായിരിക്കും ഇതിനകത്ത് കൂടെ വരാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. കണ്ടോ ബാക്കിൽ പോരെ, കണ്ടോ എക്സലന്റ്. നമ്മളുടെ കാത്തിരിപ്പുകളൊന്നും വെറുതെ ആയില്ല കേട്ടോ. നല്ല അടിപൊളി മാസീവ് ക്രൂസാണ് വന്നേക്കുന്നത്. ഈ ക്രൂസിൻ്റെ ലാസ്റ്റ് ടൈം വിസിറ്റാണ് ഇന്ന്. ഇനി നാളെ മോർണിംഗ്, അതായത് സാറ്റർഡേ മോർണിംഗ് ഇത് തിരിച്ചു പോയാൽ ഇനി ഇത് വരണമെങ്കിൽ നെക്സ്റ്റ് ഇയർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.
ഞങ്ങളുടെ അടുത്തൊരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ 3 hours ആയിട്ട് വെയിറ്റ് ചെയ്യണത് ലേ ചാപ്ലിൻ കാണാനായിട്ട്. ഈ ബ്രിഡ്ജ് ഓപ്പണിംഗ് എപ്പോഴെല്ലാം ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം പുള്ളിക്കാരൻ ഇവിടെ വന്ന് നിൽക്കും അത്രേ. ഒരു വർഷത്തിൽ 800-ലധികം തവണ ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. സംടൈംസ് മെയിൻ്റനൻസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാറുണ്ട് അത്രേ. അതുമാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കറക്റ്റ് 6 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ഇതിലടിയിൽ കൂടെ ഒരു സെയിലിംഗ് ബോട്ട് പോകും. ഇതേപോലെ ഓപ്പൺ ചെയ്യില്ല. ഇതിപ്പോൾ ഫുൾ ആംഗിൾ, അതായത് 86 ഡിഗ്രിയാണ് ഇതിൻ്റെ മാക്സിമം ഓപ്പണിംഗ് ആംഗിൾ. അത്ര ഓപ്പൺ ചെയ്യാതെ ഒരു 50 to 55 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്തിട്ട് അടിയിൽ കൂടെ ഒരു സെയിലിംഗ് ബോട്ട് പോകും. അത് എല്ലാ ദിവസവും 6 മണിക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് അത്രേ. അതൊരു പ്രൊസീജിയറായിട്ട് അവർ കൊണ്ട് നടക്കണതാണ്. അത് കഴിഞ്ഞ് ഒരു 1 hour കഴിയുമ്പോൾ ഈ ബോട്ട് തിരിച്ചു പോകും. ഇതേ സെയിം ബോട്ട് തിരിച്ചിതിൽ കൂടെ പോകുമ്പോൾ എഗെയിൻ ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ നോർമൽ ഡേയ്സിൽ നടക്കാറുള്ള ബ്രിഡ്ജ് ലിഫ്റ്റിംഗ്. നിങ്ങളിത് കണ്ടോ? എത്രയധികം ആളുകളാണെന്ന് അറിയോ ഈ ബ്രിഡ്ജ് ഓപ്പണിംഗ് കാണാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതും ഒരുപാട് മണിക്കൂറുകളായി ഇവിടെ എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. ദേ നോക്കി, സൈക്കിളാണ് ഫസ്റ്റ് പോണത്. ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടി പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 20 mile/hour ആണ്. എന്ന് വെച്ചാൽ സൈക്കിൾ, ബസ്, കാറല്ല ഇതിൻ്റെ മേലെ കൂടി ഒരേ സ്പീഡിലാണ് പോണത്. ആർക്കും ഒരു ധൃതിയില്ല. ടവർ ബ്രിഡ്ജിനെ നമ്മൾ നോക്കിയിരുന്നാലുണ്ടല്ലോ ടൈം പോണത് അറിയേയില്ല. അത്ര മനോഹരമാണ് ബ്രിഡ്ജ്. രാത്രിയിൽ ഇതിൻ്റെ ഭംഗി അതിശയിപ്പിക്കും നമ്മളെ. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.